ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ആക്ച്വലി ഏപ്രിൽ 26 എന്തോ ഷൂട്ട് ചെയ്ത വിഷുവലാണ്. അതായത് ഏപ്രിൽ 26 എന്തോ സംഭവമാണ് എടുത്തത്. എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കുറച്ചധികം ദിവസമായി നമ്മളിത് എടുത്ത് വെച്ചിട്ട്. പക്ഷെ ഒന്നുണ്ട്, ആ ദിവസം വീട്ടിൽ ചേച്ചിയും ഞാനും മാത്രമേ ഉണ്ടായുള്ളൂ. പപ്പതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കാര്യം വേറെ ഒന്നുമില്ല, പേടിക്കണ്ട കേട്ടോ. യൂറിനറി ബ്ലാഡറിൽ മറ്റേ ഒരു കല്ല് കയറി. പപ്പയ്ക്ക് 3 കല്ലുണ്ടായിരുന്നു. ഒരെണ്ണം ബ്ലാഡറിലേക്ക് ഇറങ്ങിയപ്പോൾ അത് എമർജൻസി ആയിട്ട് എടുത്തു കളയണം ഡോക്ടർ പറഞ്ഞു. സർജറി അല്ല, ട്യൂബ് ഇട്ടിട്ട് വലിച്ച് കളയില്ലേ, അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾക്കേ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും വീട്ടിലാണ് അന്ന് നിന്നിരുന്നത്. അപ്പോൾ അത്യാവശ്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട കുറച്ച് ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ചേച്ചി പോവാണ്. തൊട്ടടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് ഓടിച്ചാൽ മതി വണ്ടി. അപ്പോൾ എന്തുട്ടാ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു, രണ്ടാമത് എടുത്തിട്ട് പോയാൽ. ഞാൻ ജസ്റ്റ് ഇവിടെ വീട് പണി നടക്കാറുണ്ടോ നമ്മുടെ അപ്പുറത്ത്, ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞായിരുന്നല്ലോ, കാണിച്ചു തരാം. അവർ കറക്റ്റ് ടൈമിൽ വന്ന് പണിയൊക്കെ ചെയ്ത് നമ്മളൊന്നും ശ്രദ്ധിക്കുക പറയുമൊന്നും വേണ്ടത്. അത് പപ്പയുടെ വർക്കേഴ്സും കൂടിയാണ്. അന്ന് ഞാൻ ഈ പറഞ്ഞ ഡേറ്റിൽ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലിരുന്നത്. ഇപ്പം നമ്മുടെ വർക്ക് വരെ എത്താറായിട്ടുണ്ട്. നല്ല സ്പീഡായിട്ടാണ് വർക്കൊക്കെ പോകും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്കൊരു ഇനോഗ്രേഷൻ പരിപാടി ഉണ്ട്. ഫ്രൂട്ട് ഐസിൻ്റെ 37ാമത്തെ ഷോറൂമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിൽ വെച്ചിട്ടാണ്. എനിക്കാണെങ്കിൽ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോണത് ഭയങ്കര ചമ്മലുള്ള ആളാണ്. അതായത് ഭയങ്കര ഷൈ ആണ്. മറ്റേ പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. പബ്ലിക് അറ്റൻഷൻ ഒരുപാട് കിട്ടുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ഞാനങ്ങനെ പോവാറില്ല. ഇപ്പോൾ മീറ്റപ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും വേറെ ഫങ്ഷൻസോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയേൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളിലായിക്കോട്ടെ, എവിടേക്ക് വിളിച്ചാലും അപ്പം തന്നെ നോ പറയുന്നൊരു ടൈപ്പ് ക്യാരക്ടർ എന്തായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ അവിടെ പോയി ഇരിക്കും. പിന്നെ എനിക്ക് എൻ്റേതായ രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ആ മേക്കപ്പ് ഒന്നും അങ്ങനെ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ പോകണതാണ് ഇഷ്ടം. പക്ഷേ അപ്പം നമ്മൾ മാത്രം അവിടെ ഇനി മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മാത്രം ഇങ്ങനെ വീക്കായിപ്പോൾ അങ്ങനെയൊക്കെ കുറേ പിന്നെ വീക്കാണ് ഓൾറെഡി, അങ്ങനെ പറയരുത്. പാലിളച്ച് ഭാഗ്യം എന്നൊക്കെ തളച്ച് പൊന്തിയില്ല. ആ അപ്പോൾ വീക്കെന്നല്ല, പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ പെർഫോം ചെയ്ത് ഇങ്ങനെ റീൽസ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ ആൾക്കാരെ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷേ ഇതെനിക്ക് എൻ്റെ കസിൻ ചേച്ചി, പപ്പയുടെ ചേട്ടൻ്റെ മോളുടെ ഒരു പരിചയത്തിലുള്ള ഒരാളിങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് നോ പറയാനും ബുദ്ധിമുട്ട്. അതങ്ങനെ ഞാൻ ഏത് ഇനോഗ്രേഷന് പോയിട്ടുണ്ടോ അതൊക്കെ നോ പറയാൻ ബുദ്ധിമുട്ടായിട്ട് ഡയറക്റ്റ് കണക്ഷൻ എങ്ങനെയെങ്കിലും വരുമ്പോഴാണ് ഈ പോണതൊക്കെ. അപ്പോൾ ഇതും അങ്ങനെ പോകണം. 11 മണിക്കാണ്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് കുളിക്കണം, റെഡി ആവണം, രാവിലത്തെ ഫുഡ് ഇതാക്കണം. അപ്പോൾ പപ്പയുടെ എന്തെങ്കിലും ആയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ, അല്ലെങ്കിൽ എല്ലാം അമ്മ ചെയ്ത് വെക്കും. പപ്പയാണ് എപ്പോഴും നമ്മുടെ കൂടെ വന്നത്. അപ്പം അതിൻ്റെ കാര്യം അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഇങ്ങനെ ഈ വക കാര്യങ്ങളിലും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതായത് കൂടെ വന്നെ മുഖമൊക്കെ ഭയങ്കര, ഇന്നലെ എഴുതി ഐലൻഡർ മുഖം കഴുകാണ്ട് കിടന്നിറങ്ങി, അതൊക്കെ പടർന്ന് ആകെ കരി പിടിച്ചിരിക്കുകയായിട്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ വരാൻ അവർക്കും ഈ ബുദ്ധിമുട്ടുള്ളവരാണ്. പപ്പയാണ് എല്ലായിടത്തും ഓടിയിടുന്നത്. എൻ്റെ ഇത് കാണുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, ഷൂട്ടിനായിക്കോട്ടെ 24/7 കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഇത് വയ്യായിക വന്നതുകൊണ്ട് ചേച്ചിയാണ് അപ്പം ഇന്ന് കൂടെ വന്നത്. ഒരാൾ ലീവ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ പോകേണ്ടി വരും. എനിക്കും വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ വണ്ടി ഓടിക്കാനും കാര്യം അതൊക്കെ ഈ പപ്പയുടെ പ്രശ്നം. എല്ലായിടത്തും പപ്പ കൊണ്ടുവന്നത് എനിക്ക് അയ്യോ പപ്പയുടെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചില്ല. കാര്യം എപ്പോഴും കൂടെ ഒരാളുള്ളത് കൊണ്ട് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം എന്നൊക്കെ ഒരു ഡിസിഷൻ ഒരു ടൈം മൈൻഡിൽ വന്നുകൊണ്ടാണ് വണ്ടി നമ്മൾ എടുത്തത്. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതേപടി ഇതവിടെ വെച്ച് പിന്നെ അതിന് കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി ചേച്ചി ഇടയ്ക്ക് കൊണ്ടുപോകും ഓഫീസിൽ, പപ്പ കൊണ്ടുപോകും പുറത്ത് പോകുമ്പോൾ, അത്രയൊക്കെ ഉള്ളു. അങ്ങനെ പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവരെ ലോഡ് എടുത്തൊക്കെ കൊണ്ടുപോകാൻ പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആരെങ്കിലും കൂടെ ഒരു കൂട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഇപ്പോൾ ഒരാളല്ല 3 പേരും പുറത്തേക്ക് പോയി, ആരും ഇല്ല നാട്ടിൽ. ഇപ്പോൾ എനിക്ക് ആകെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായുള്ളൂ. കൃത്യമായിട്ട് അവർ തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതോടെ ഉണ്ടായിരുന്ന വണ്ടി ഓടിക്കലും കൂടി അങ്ങോട്ട് നിന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാലും ചേച്ചി വേണം ഇവിടെ. അപ്പോൾ ഇപ്പോൾ ആൾ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ്. ചാർജറും അമ്മച്ചിയുടെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടൊക്കെ. അത് 2 എടുക്കാൻ മറന്നല്ല. ഞങ്ങൾ ഇന്നലെ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ചാർജറിൻ്റെ കൂടെ അറിയാണ്ട് അമ്മച്ചിയുടെയും കൂടി എടുത്തുകൊണ്ട് വന്ന്. അതാണ് ഇപ്പോൾ പറ്റിയത്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ആകുന്നതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ആൾക്ക് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ആൾക്ക് ആ ഒരു കല്ലിൻ്റെ വേദന തന്നെ മാറി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പപ്പയ്ക്ക് അങ്ങനെ മറ്റു പേടികളൊന്നുമില്ല. ഹോസ്പിറ്റലിൽ എന്ത് വേദന
വേദന പപ്പ സഹിച്ചോളൂ, സന്തോഷത്തോടെ ചിരിച്ചിരിക്കുള്ളൂ, അപ്പോഴും ചിരിയാണ്. ആ ചിരിയാതോടെ എനിക്ക് കിട്ടിയത് ഫുൾ ടൈം. ഞാൻ പക്ഷേ ഭയങ്കര ടെൻഷനാണ് വേദന സഹിക്കുന്ന കാര്യത്തിൽ. ഇഞ്ചക്ഷനിലൊക്കെ ഞാൻ എൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ നിരാശ സംഭവിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ അങ്ങനെയാണ്. ചെറിയ ഇഞ്ചക്ഷൻ തന്നെ, പക്ഷെ അതല്ല പപ്പയ്ക്ക്. ബാക്കി പപ്പയുടെ ബാക്കി ചിരികളൊക്കെ എനിക്ക് കിട്ടത്ത്. അപ്പോൾ കഴിഞ്ഞിന്ന് വരും. അപ്പോൾ ഓക്കെ, വേറെ പേടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും നമുക്കില്ല. ആൾ തന്നെ ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്തോ എന്ന് പറയുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അത് തന്നെ ഭാഗ്യം. അല്ലാണ്ട് എൻ്റെ സ്വഭാവമൊക്കെ ചേച്ചിക്ക് അതാ കിട്ടിയേക്കണം. അമ്മയ്ക്ക് പേടി ഉണ്ടെങ്കിൽ അമ്മ പുറത്ത് കാണിക്കില്ല. എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പേടി ഞാനിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകും. അലറൊക്കെ അറിയൊന്നുമില്ല, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും, ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കും. അതാണ് എൻ്റെ റിയാക്ഷൻ. ഇഞ്ചക്ഷൻ മാത്രം കേട്ടോ, അതല്ലാതെ വേറെ എന്ത് വേണേലും ഞാൻ സഹിക്കും, കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാം, റെഡിയായി പോകാനുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ വിഷ്വൽസ് കുറച്ച് കാണിച്ചുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ പറ്റിയില്ല. കാര്യം ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്കേഴ്സ് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇട്ട് കാര്യങ്ങളായിട്ട് അവരോടൊന്ന് പറയുകയാണ്. നമ്മളെപ്പോഴും വർക്കേഴ്സിന് അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്തു വേണം കേട്ടോ അവിടെ നിർത്താൻ. അത് എൻ്റെ ഒപ്പീനിയനാണ്. കാര്യം ചില വീടുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ചെറിയ കാര്യത്തിന് വന്നവരെ പോലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വീക്ഷിച്ച് അവരെ സംശയിച്ച് അവർ പറയണ പണി എടുക്കണം. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ വഴക്ക് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്ന് പണിയിപ്പിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ പണിക്കാർക്ക് ആത്മാർത്ഥവും. ഇപ്പോൾ പപ്പ ഒരു കോൺട്രാക്ടർ ആയതുകൊണ്ട് കൂടി എനിക്ക് ഈ ഫീൽഡിനെയും വർക്കേഴ്സിനെയും പറ്റി കുറച്ചുകൂടി കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അവർ തന്നെ പപ്പേനോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ചേട്ടാ അവിടെ നമുക്കൊട്ടും പറ്റണില്ല, അവർക്ക് ഒന്നിലും ഒരു വിശ്വാസമില്ല, സംതൃപ്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നാളെ അങ്ങോട്ട് പണിക്കില്ല കേട്ടോ, ആ സൈഡിലേക്ക് ഞങ്ങൾ പോകണില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരോട് ഭയങ്കര ആത്മാർത്ഥത കാണിച്ചു നോക്കി. അവരും മനുഷ്യരാണെന്നൊരു കൺസിഡറേഷൻ കൊടുത്ത് അവർക്ക് വേണ്ട വിശ്വാസം അല്ല, അല്ലെങ്കിൽ അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർ റെസ്റ്റ് എടുത്തോട്ടെ, എന്നാലും പണി നീങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പം തന്നെ അവർക്ക് നമ്മളോട് ഭയങ്കര ആത്മാർത്ഥമായിരിക്കും. ഇത് എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ 90% വർക്കേഴ്സും ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ തന്നെ. അവർ വീണ്ടും വീണ്ടും നമ്മളെ പണിക്ക് വിളിച്ചാൽ, നമ്മളൊരു പണിക്ക് വിളിച്ചാൽ അവർ ആഗ്രഹിച്ച് ഓടി വരും. കാരണം ആ വീട്ടുകാർ ഭയങ്കര അടിപൊളിയായിട്ട് പെരുമാറുന്നുണ്ട്. ഇപ്പോൾ പപ്പയുടെ വർക്കേഴ്സ് ആയതുകൊണ്ടും ഞങ്ങളുടെ ഇവിടെ പുറത്തുനിന്ന് തന്നെ വർക്കേഴ്സ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് പണിയാൻ. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ജസ്റ്റ് ഷെയർ ചെയ്തായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെൽഫി ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാത്തതെന്ന്. ഇതുകൊണ്ടല്ല കേട്ടോ, പപ്പയുടെ ഈ പ്രശ്നം 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ട്. നമ്മൾ ഈ വീട് മാറുന്നതിൻ്റെ തിരക്കും പിന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ പക്ഷെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പ്രോപ്പറാക്കി വെക്കാനും അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ പേഴ്സണലി നമുക്കൊരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ വീട് മാറുന്ന ഡിസിഷൻ എടുത്തപ്പോൾ തുടങ്ങി നമ്മുടെ മൈൻഡ് എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റാണ്, അങ്ങനെയല്ലേ നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമുക്ക് റീൽസ് എടുക്കാനോ മറ്റൊന്നിനോ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. ഇപ്പം ഇന്നലത്തോടെ എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയത് ഡാൻസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പപ്പയുടെ ഓപ്പറേഷൻ അറിഞ്ഞില്ല, അതെടുത്ത് കളയുന്ന അവർ പൊടിച്ചിട്ട് കളയുന്ന ഒരു സംഭവമായിരുന്നു, ട്യൂബ് ഇട്ടിട്ട്. അപ്പം അത് കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം. അപ്പം ചേച്ചി ഇതുവരെ എത്തിയിട്ടില്ല. പപ്പയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഫുഡൊക്കെ മേടിച്ച് ക്യാൻറ്റീനിൽ ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേക്കണേ. ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് തേച്ച് വെക്കാം. എൻ്റെ ഡ്രസ്സ് ഇടേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അലമാരി നോക്കി വിളിച്ച് നിൽക്കാറുണ്ട് ഇത്ര നേരം. അപ്പം കറക്റ്റ് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കാണ് താഴെ എത്തി. ഇനി എന്നാൽ ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്ക് ചെയ്യാം. അപ്പോൾ റെഡിയാവണമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ആകെ പെട്ടെന്നായിപ്പോയി. സമയമൊക്കെ കണ്ണടച്ചപ്പോഴത്തേക്കും പോയി. അപ്പം ലാപ്പ് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറമാൻ അവിടെ വരാമെന്ന് പറഞ്ഞു. ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തു, ഒന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. പറ്റിയ ടൈമിലും ചെയ്യണം. ഇറങ്ങാനായി പോട്ടെ. ഇതാണ് ഇട്ടത് തപ്പി എനിക്കിതാണ് കംഫർട്ടായിട്ട് തോന്നിയത്. അമ്മ കണ്ടാൽ കൊല്ലും ഇങ്ങനത്തെ സിമ്പിളാക്കി ഇട്ടിട്ട്. പക്ഷെ എനിക്ക് അതിന് വരെ അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടെ വന്ന ആളെ കാണിച്ചു തരാം. ടാറ്റാ. അപ്പോൾ ഞാനും ചേച്ചി റെഡിയായിട്ട് റോഡിൻ്റെ അങ്ങോട്ട് പോയി നിന്നപ്പോൾ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്തായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാർ, നല്ല ആൾക്കാർ. അപ്പോൾ ഇത് തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിലായിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഷോപ്പ്. കുറേ പേര് അതിന് ശേഷം പോയി പർച്ചേസ്. ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ, നമ്മളൊരു സംഭവം തുടങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് അവരുടെ വേറൊരു ഷോപ്പാണ്, അവർക്ക് ഇഷ്ടംപോലെ ഷോപ്സ് വേറെ ഉണ്ട്. ഭയങ്കര റീസണബിൾ ആണ്. അവിടെ തന്നെ റേറ്റ് ഒക്കെ ഉണ്ട്, 30 രൂപ, 40 രൂപ, 10 രൂപയിൽ തന്നെ സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഐസ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ കോളേജിൽ കുറച്ച് സ്റ്റുഡൻസ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടുണ്ടായി, ചേച്ചി ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ഐസ് സ്റ്റിക്ക് വാങ്ങിയിട്ട് അരമണിക്കൂർ ഇരിക്കുന്നു, അപ്പോൾ അത്ര നേരം എ സിയിൽ ഇരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നത് ചേച്ചിയുടെ ഓഫീസിലെ കൊളീഗ്സ് പറയുന്നുണ്ടായിരുന്നു. പാവങ്ങൾ ആര് ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥരെ. അയ്യോ, എന്തായാലും കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ ഇരിക്കുമ്പോൾ ഒരെണ്ണം മേടിച്ച് തിന്നാൻ പോകുന്നു, 2-3 മേടിച്ച് തിന്നേണ്ടത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായിരുന്നു. നമ്മൊരു സംഭവം തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പോൾ എടുത്ത് പറയേണ്ടത് നമ്മുടെ ക്യാമറമാൻ്റെ ഡെഡിക്കേഷനാണ് കേട്ടോ. ജസ്റ്റ് ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ വന്ന ആളിത് ഞാൻ പറയാതെ തന്നെ പാവം എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ക്യാമറമാൻ. അങ്ങനെ നമ്മളിത് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ്. അപ്പോൾ നല്ലൊരു ഇതായിരുന്നല്ലോ, കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാര്യം വന്നിട്ടുണ്ട്. ശല്യം അവിടെ വന്നേക്കണേ പാവം അല്ലട്ടോ. നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോസിൻ്റെ ഒന്നും കുറച്ച് വീഡിയോസ് നമ്മൾ ഇന്നലെ എടുക്കാറുണ്ട്. നമ്മുടെ
കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ആക്കാൻ പറ്റിയില്ലായിരുന്നു. സ്പേസ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടും ടൈം കിട്ടിയില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ആകെപ്പാട് ഒരു ദുർദിനമായിരുന്നു എന്നൊക്കെ. അപ്പം അതൊക്കെ കയറ്റാനും പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ആളുകളും വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനും ചേച്ചിയും കൂടി പുറത്തേക്ക് ഒന്ന് പോകും. കാര്യം മറ്റന്നാൾ 27-ാം തീയതി 29-ാം തീയതി ഇന്നത്തെ ഡേറ്റൊക്കെ വരുന്നുണ്ട്. 29-ാം തീയതി ഏപ്രിൽ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിനോടനുബന്ധിച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങാനായിട്ട് അവിടെ പോക്കാണ്. ഓ നല്ല ആള്. എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ്, ഒരു മിഠായി പോലും ചോദിച്ചിട്ട് ഒരു വാങ്ങി തരാത്ത അറുപിശുക്കനാ. അയ്യോ ഇദ്ദേഹത്തിന് വന്നാൽ ഫുഡ്. അയ്യോ ഞാൻ ചേച്ചിയുടെ ഫുഡൊക്കെ കാര്യയുടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വിളമ്പി തന്നില്ലെന്നല്ലേ. കുറച്ച് മതിയെന്ന് പറഞ്ഞോണ്ടാണ്ട. ചോറ്, മീൻ വറുത്തത് എല്ലാം ചേച്ചി എടുത്ത് വെച്ചിരുന്നു. ഇവിടെ ഭയങ്കര ചൂടട്ടാ. നമുക്ക് ഹോളിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് ഇന്നലെ ഞങ്ങളൊക്കെ കൊണ്ട് വെന്തൊരിക്കുന്നതാ. ഇന്നലത്തെ അവസ്ഥ കൊള്ളായിരുന്നു. ഇന്നലത്തെ അവസ്ഥയില്ലേ, ഇന്നലത്തെ അവസ്ഥ നിങ്ങൾ കേൾക്കണം. കറണ്ട് പോയിട്ട് ഇവിടെ ഫുൾ ഷൂട്ടും പറ്റണില്ല, ഫോൺ ചാർജും തീർന്ന്, ലാപ്പിലേയും തീർന്ന്, ക്യാമറയുടെ ചാർജും എൻ്റെ ഒരു രക്ഷയില്ലാതെ കണ്ടു കഴിഞ്ഞിട്ട് ഗാരി പറഞ്ഞ കാര്യം ഇവിടുത്തെ മെയിൻ സ്വിച്ച് നോക്കിയോളാം. ഞങ്ങളോട് മെയിലിൽ നോക്കാൻ പറഞ്ഞു. മെയിലിലപ്പോൾ ഒന്നും താഴ്ന്നിട്ടില്ല. ചില സമയത്ത് ഷോർട്ട് വരുമ്പോൾ താഴൂല. എന്നിട്ട് ആളിവിടെ നോക്കിയിട്ട് താഴ്ന്നിട്ടില്ലെന്നാ പറഞ്ഞിട്ട്. എന്നിട്ട് രാത്രി ഹോസ്പിറ്റലിൽ പോയി പപ്പയുടെ ഒരു വർക്കറിനെ ഇങ്ങോട്ടേക്ക് വിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ സ്വിച്ച് താഴ്ന്ന് ഇറങ്ങണമായിരുന്നു. ഈ സാമദ്രോഹി പറയണ കേട്ട് ഞങ്ങൾ നോക്കാട്ടിരുന്നതാ. ഒരു ഡേ മുഴുവൻ ഞങ്ങൾ ഇരുട്ടിലായിരുന്നൊക്കെ. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. കണ്ടല്ലോ, ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാ ഫയൽസും എക്സ്പോർട്ട് ചെയ്തിട്ട് കാര്യം പോയി. ഇനോഗ്രേഷനൊക്കെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയുള്ളതാണ് മെയിൻ തിങ്. നമ്മുടെ ഏപ്രിൽ 29 പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകാൻ റെഡി ആയിട്ടേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വീട്ടിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചി അടുക്കളയും കാര്യങ്ങളും അതിൻ്റെതായ എല്ലാം ചെയ്തു തീർത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് അവിടെ നീറ്റാക്കിയിട്ട് കാര്യമായിട്ട് വൈകുന്നേരം 4:30-5 മണിയോട് അടുപ്പിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാണ്. വിഷ്വൽസിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. ചിലത് ഗാരിയുടെ ഫോണിലെടുത്തത്, ചിലത് ക്യാമിലെടുത്തത്, ചിലത് എൻ്റെ ഫോണിൽ ഫ്രണ്ട് ക്യാം, ഇതിപ്പോൾ ചേച്ചിയുടെ ഫോണിൽ, അങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങൾ. ഇപ്പോൾ എവിടെ പോണേ? ഇപ്പോൾ ഇവിടെ പണിയൊക്കെ കിടക്കാണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ് സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാര്യം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പപ്പയ്ക്ക് ഇങ്ങനെ. കാര്യം വീട്ടിലങ്ങനെ സ്വർണ്ണം പൊതുവേ ആർക്കും അങ്ങനെ ഇടുന്നത് അത്ര മേടിച്ചാൽ പോലും ഇടൽ ഭയങ്കര കുറവ്. ഇപ്പോൾ എൻ്റെ പോലും കഴുത്തിലും കാതിലൊക്കെ നോക്കിയാൽ കാണാൻ എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, നമുക്ക് എനിക്കൊന്നും ഇടാണ്ട് ഇങ്ങനെ പോണതാണ് ഏറ്റവും ഇഷ്ടം. അത് ചേച്ചിക്കായാലും അങ്ങനെ. അമ്മ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു വളയെങ്കിൽ ഒരു വള എടുത്തിട്ടുണ്ട്, അതും കുറേ നിർബന്ധിക്കുമ്പോൾ. പക്ഷേ അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ മേടിച്ചെടുത്താൽ പപ്പ ഒന്നും ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെഡ്ഡിങ് റിംഗ് പോലും പപ്പ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ഇടണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് പപ്പയ്ക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണതാണ്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇട്ട് കാണുന്നതൊക്കെ. നമ്മളിട്ടില്ലെങ്കിലും മറ്റുള്ളവരിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഫോട്ടോസൊക്കെ കണ്ട് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ ചെയിനാണ് നമ്മൾ മേടിക്കാനും ഷോപ്പിൽ കയറിയത്. പിന്നെ ചേച്ചിയുടെ വക അമ്മയ്ക്ക് റിങ്ങും, 2 റിങ്ങും വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ സാധാരണ ഞങ്ങൾ പപ്പയ്ക്കും അമ്മയ്ക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഭയങ്കര മ്യൂച്വലായിട്ട് 2 പേർക്കും ഒരുപോലത്തേക്ക് എടുത്ത് കൊടുക്കാറുള്ളൂ. ഒരു പാർഷ്വാലിറ്റി വേണ്ടെന്ന് ഓർത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 പേർക്ക് 2 ഗിഫ്റ്റ് പോലെ ചെയ്യുന്നത്. കാര്യം അമ്മയ്ക്ക് ഇതിനു മുമ്പ് നമ്മൾ ബാംഗിൾസും കാര്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. പപ്പയ്ക്ക് മാത്രം ഓർന്ന് അങ്ങനെ ഒരു വലിയ ഗിഫ്റ്റ് ഇൻഡിവിജ്വലായിട്ട് പപ്പയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ബർത്ത്ഡേക്കും എല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ചേച്ചിയാണ് കുഞ്ഞിലെ ആ ശീലം ഉണ്ടാക്കിയെടുത്ത് തുടങ്ങിയ ആൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് തിരിച്ചു വന്ന വഴിക്ക് ബൂഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ റെസ്റ്റോറൻറ്റിൽ കയറി ചായയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ നോക്കുന്നത്. പിന്നത്തെ എല്ലാ കാര്യവും സക്സസ് ആയി നടന്നിട്ടാ. പർച്ചേസ് ആണെങ്കിലും രാവിലത്തെ ഇനോഗ്രേഷൻ ആണെങ്കിലും എല്ലാം. വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് പപ്പ ചെത്തിയതും പറഞ്ഞേക്കാം. പിന്നെ ഇപ്പോഴത്തെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പപ്പയും എത്തിയതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്തത് ഒരു ചെയിൻ മാത്രമായിരുന്നു, അഡീഷണൽ ആയിട്ടൊരു കൈ ചെയിനും കൂടി വന്നിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് 2 മോതിരം എന്താ പോയിട്ട് കൊടുക്കണം, അവരുടെ റിയാക്ഷൻ കാണാനായിട്ട്. കുറച്ച് പേര് വിചാരിക്കും എന്താ പപ്പയ്ക്ക് അത്രയും വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് അമ്മച്ചിക്ക് ചെറുതായി പോയത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ അമ്മച്ചിക്ക് എടുത്ത് കൊടുത്തായിരുന്നു വളയൊക്കെ. അപ്പം അതുകൊണ്ടാണ് പപ്പയ്ക്ക് അന്ന് കൊടുക്കാൻ പറ്റിയത്. അതാണ് പപ്പയ്ക്ക് അങ്ങനെ അമ്മച്ചിക്ക് മോതിരം മേടിച്ചത്. അപ്പോൾ നമ്മുടെ ചായ വന്നേക്കണുണ്ട്. അപ്പോൾ
അമ്മയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ്, അത് മൊത്തം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ അത് അമ്മയ്ക്ക് പെട്ടെന്ന് ഹെൽപ്ഫുൾ ആവാനൊക്കെ മേടിക്കുന്നത്. പപ്പയ്ക്ക് എപ്പോഴും നമ്മൾ ഷർട്ട്, പാൻറ്റ്, ഷൂസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുക. അത് വലിയതാണ്, എന്നാലും കുട്ടി കുട്ടി സാധനങ്ങൾ. വലിയതായിട്ട് പപ്പയ്ക്കെന്ന് പറഞ്ഞിട്ട് ടി വി കൊടുത്ത് പറ്റിച്ച ശേഷം ടി വി എല്ലാവർക്കും വേണ്ടിയിട്ട് പപ്പയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടില്ല ഞാൻ. ചേച്ചിക്കും പേഴ്സണലി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് പപ്പയ്ക്ക് എപ്പോഴും എൻ്റെ കൂടെ 24/7 കൂടെ വന്നാളാണ്. അപ്പോൾ പപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാണ്. അപ്പോൾ ചെയിൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയതുകൊണ്ട് കൈ ചെയിനും കൂടി വാങ്ങി, ഒരേ ഡിസൈൻ വരുന്നത്. അപ്പോൾ ചേച്ചി അമ്മയ്ക്ക് 2 മോതിരവും കൂടി വാങ്ങി. അപ്പോൾ അങ്ങനെ വെഡ്ഡിങ് ഡേ ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ആ ഒരു പ്ലാനിൽ വാങ്ങിയതാണ്. പിന്നെ ഇവിടെ ബൂഫിയ ഗോൾഡ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. വരാൻ ടൈം പിടിക്കും, ഒരു 10-15 മിനിറ്റ് പിടിക്കും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തേക്കണം, വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം അത്രയൊക്കെ ഉള്ളു കൊടുക്കും. എവിടെ രോഗിനെ കാണിക്കേ? ഓക്കെ ബാബാ. ആക്ച്വലി ആനിവേഴ്സറി 2 ദിവസം കഴിഞ്ഞിട്ടാണ്, പക്ഷെ സമ്മാനം നമുക്ക് ഇപ്പോഴേ കൊടുക്കാൻ. വലിയ റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് വരെ പപ്പി ഇതൊന്നും ഇട്ടിട്ടില്ല. പപ്പനെ കാണുമ്പോൾ പറയുമ്പോൾ പ്ലെയിൻ ആയിട്ട് നടക്കണ ഒരാളാണ്. പക്ഷെ ഈ പ്രാവശ്യം ഇന്ന് തുടങ്ങി പപ്പന് ഡെയിലി ഇട്ടോളാം, അല്ലെങ്കിൽ ഞാൻ ഒരു കാലത്ത് ക്ഷമിക്കില്ല. എന്നൊക്കെ കാര്യം കുറെ വർഷത്തെ ആഗ്രഹം ഓർന്നു പപ്പ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കാണണമെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ മേടിച്ചു. പക്ഷെ കുറെ നാളായിട്ട് നമുക്ക് സാഹചര്യം ഉണ്ടായിട്ട് മേടിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ അതൊട്ടും ഇട്ട് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നി. പക്ഷെ കുറച്ച് ദിവസം മുന്നേ സൂചന പോലെ ചോദിച്ചു അപ്പൊ മേടിച്ചാൽ ഇടുമെന്നൊക്കെ ചോദിച്ചപ്പോ അപ്പൊ ഒരു അർത്ഥസമ്മതം മൂളിയോട്ട് വാങ്ങിച്ചതാണ്. ഇത് ഇടണോട്ടെ, ഇത് ഇനിയിപ്പോ ഊരി കഴിഞ്ഞ് എനിക്ക് വിഷം പോകും. അത് ആദ്യമേ ഇടാന്ന് പറഞ്ഞത് അതാണ് സമ്മാനം. പപ്പക്കാണ്, അമ്മച്ചിക്കുണ്ട്. അമ്മച്ചിയുടെ സമ്മാനം ചേച്ചിയുടെ ഞാൻ അമ്മച്ചിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊടുക്കുന്ന ആളാട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണോണ്ടാണ് പപ്പയ്ക്ക് ഇന്ന് വരാൻ പറഞ്ഞല്ലോ. അവിടെ ഇങ്ങനെ വലിയ സമ്മാനങ്ങളെ കൊടുത്തിട്ടില്ല. അപ്പൊ നോക്കണമെങ്കിൽ മാച്ച് ആയിട്ടുള്ള കഴിച്ച് എനിക്ക് അറിയില്ല പപ്പ ഡെയിലി ഇടണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് ഞാൻ ചേച്ചിക്ക് അത്ര ഇഷ്ടമല്ല. ചേച്ചിക്ക് അമ്മച്ചിക്ക് പപ്പ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടക്കണതാണ് ഇഷ്ടം. അപ്പൊ മേടിച്ചപ്പോ തുടങ്ങി എന്നോട് പറയണം മോളെ പപ്പനെ കൊണ്ട് കഴിച്ചതിന് ഇടിപ്പിക്കൽ എനിക്കത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ പപ്പ ഇട്ട് തോന്നുന്നതൊക്കെ പറയണം. ഞാൻ ആൾക്കും ഒരു കഴിച്ച വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് വരെ പുള്ളിക്കാരി ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ചിലരുടെ മൈൻഡില് കഴിച്ചതിനെ കിട്ടുകളൊക്കെ ചിലപ്പോൾ താല്പര്യമായിരിക്കും. പക്ഷെ എന്റെ ആഗ്രഹം പപ്പന് ഡെയിലി ഇടുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്റെ 10ാം ക്ലാസ് വരെയുള്ള ആഗ്രഹം ഉണ്ടോ ഇങ്ങനെയൊക്കെ പപ്പയ്ക്ക്. പപ്പ മറ്റുള്ള ചില ആൾക്കാർ പാരന്റ്സിന്റെ കഴിച്ചതൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കും എന്താ എനിക്ക് പപ്പയ്ക്ക് ഒരു കഴിച്ച വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ കുഞ്ഞാണ്ടാ വാങ്ങിച്ച കാര്യം പപ്പയ്ക്ക് വലിയതിനോട് അത്ര ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. മോള് പറഞ്ഞ അതേ ഡയലോഗ്. അതെന്താ സ്ഥിരം ഇടാത്ത? അത് ഫ്രൈസാക്കി വെക്കാൻ പോവില്ല. അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. മഞ്ജുപ്പോ കളക്കിച്ചാനെ. കണ്ടോ കുഞ്ഞ്? അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ എനിക്കിഷ്ടമല്ല. അപ്പൊ ഇത് ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ് അമ്മയ്ക്ക്. ഈ മോതിരത്തിന് 2 ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് കണക്ട് ചെയ്തത് ഇങ്ങനെ ഇടാം, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പൊ ചേച്ചിക്ക് വേണ്ടി ഞാൻ കൊടുക്കണം. എന്നോട് തന്നെ കൊടുക്കണം. 2 പേർക്കുള്ളതാ, 2 പേർക്ക് കൂടിയാ. വേണ്ട വേണ്ട, കയ്യില് പെട്ടെന്ന് പറയണം. ഇങ്ങനെ ഇൻഡിവിജ്വൽ മോതിരമായിട്ട് ഇടാം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. നല്ല ഭംഗിയുണ്ട്.
ഓക്കെ. ഹാപ്പി ആയോ പപ്പ? ഡെയിലി ഇടോ? അയ്യാടാ. ഹാപ്പി ആയമ്മേ? പൈസ എല്ലാം പൊടിച്ച് മക്കള്. അതെ, അതെല്ലാം പൊടിച്ച്. എന്തേലും പറ മോളെ. ആണോ? അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരെയാണ്. ആക്ച്വലി ഇനി ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കുരിശൊക്കെ വരച്ച് ടി വി ഒക്കെ കണ്ട് കിടന്നുറങ്ങും. എനിക്ക് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് 29th ആണ് ഏപ്രിൽ, അതായത് മറ്റന്നാ തിങ്കളാഴ്ച. പക്ഷെ ഇപ്പൊ മേടിച്ചപ്പോ കയ്യോടെ തന്നെ കൊടുത്തേക്കാന്ന് ഓർത്ത്. എല്ലാരും ഹാപ്പി അല്ലേ? അതെ. പിന്നെ തുടങ്ങി പപ്പേനെ ഒരു പുതിയ ലുക്ക് കാണാൻ. ആദ്യമായിട്ടാ ഞാൻ പപ്പേനെ ഈ ലുക്ക് കാണുന്നത്. ഇടും, മാല മാത്രമേ ഇടുള്ളൂ. ഇല്ലട്ടാ. ടാറ്റാ. ശരിക്കും എനിക്ക് മാല ഇടാണ്ട് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല, കാരണം സൂക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ മക്കളെ സ്നേഹമായിട്ട് വരുമ്പോൾ അങ്ങനെ ഇടാതിരിക്കും. അതെ, തീർച്ചയായും ഇടാതിരിക്കും. അപ്പൊ കഴിച്ചേ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ മാത്രമേ ഇടുള്ളൂ, അല്ലാത്തപ്പോ ഇടാറില്ല. ഇല്ലാതെ സൂക്ഷിക്കില്ല. ശരി, ടാറ്റാ. ടാറ്റാ. എന്റെ മക്കളൊക്കെ ഇങ്ങനെ തന്നത് വലിയൊരു സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വെഡിങ് ഡേക്ക് ഞാൻ ഒരു ലൈറ്റ് മേടിച്ചു തന്നാ മതി എന്നാ പറയാറ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ ഇതിന് ഒരു പൂ തരാൻ പറഞ്ഞപ്പോ ഒരു പൂ തന്നെന്ന് പറഞ്ഞോണ്ടായിപ്പോയി. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.